Hey all, welcome back to Motorholic 390. അപ്പോൾ നമ്മളിന്ന് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കർത്തുങ്കല പാസിലോട്ടാണ് ഗൈസ്. നമ്മളിപ്പോൾ ഉള്ളത് ലഡാക്കിലാണ്. ലഡാക്കിൽ നമ്മൾ ഇന്നലെ സ്റ്റേ ഒക്കെ എടുത്തു, സെറ്റായിരുന്നു, കുഴപ്പമൊന്നുമില്ല, നല്ല സ്റ്റേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് ദൂരമാണോ ഈ മഞ്ഞുമല, അങ്ങോട്ടാണ് നമ്മൾ പോണേ. അപ്പോൾ നമ്മളിന്ന് ഹെഡ് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർത്തുങ്കല പാസിലോട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കർത്തുങ്കിലേക്കുള്ള വിശേഷങ്ങളിലോട്ട് കിടക്കാം സുഹൃത്തുക്കളെ. വണ്ടി അങ്ങോട്ട് കയറണില്ല കേട്ടാ. ഞങ്ങളാണെങ്കിൽ വണ്ടിയിൽ ലഗേജ് ഒന്നും വെച്ചിട്ടില്ല, ഒക്കെ റൂമിലിരിക്കണേ. ഹൈ ലക്ഷറൊക്കെ ഏതല്ലേ വണ്ടി, ലഗേജ് ഒന്നും വെച്ചിട്ടില്ല, അതൊക്കെ റൂമിലാ. എന്നാലും വണ്ടി അങ്ങോട്ട് വലിയല്ലേ കൈസ്, സീൻ തന്നെ. ഏതല്ലേ മുകളിൽ കൊണ്ടുപോക്കിയ മഞ്ഞുമലകൾ. തണവും വലിയ കുഴപ്പമില്ല കേട്ടോ, വലിയ കാഠിന്യമായിട്ടുള്ള തണവൊന്നുമില്ല കൈസ്. ഓക്കെയാണ്, നല്ല വെയിലൊക്കെ ഉള്ള കാരണം കുഴപ്പമില്ലാണ്ട് പോവാം. ഇനി ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയൊരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇവിടുന്ന് മണാലിക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. പക്ഷെ ആ റോഡ് എന്തായാലും ഈ മന്ത് എൻ്റെ ഓപ്പൺ, ഈ മന്തല്ല നെക്സ്റ്റ് മെയ് മന്ത് എൻ്റെ ഓപ്പൺ ആവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പെട്ടു കൈസ്. ഇപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങി, ഞങ്ങൾ ഈ വന്ന വഴി മൊത്തം തിരിച്ചു പോയി ശ്രീനഗർ എത്തി, അവിടുന്ന് ജമ്മു എത്തിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. ഒരു 1000 കിലോമീറ്റർ കറങ്ങണം കൈസ്. ഇവിടുന്ന് മണാലിക്ക് വെറും ഒരു 400 കിലോമീറ്റർ കഷ്ടമുള്ളൂ. അതിന് വേണ്ടി ഞങ്ങൾ ഇനി 1000 കിലോമീറ്റർ കറങ്ങണം കൈസ്. സീൻ തന്നെ. ലോക്ക് കർത്തുങ്കല 34 കിലോമീറ്റർ. സൗത്ത് പുള്ളു എത്ര ഞാൻ കണ്ടില്ല, 20 അതിന് കൂടുതലുണ്ട് തോന്നുന്നു. 1 വീക്ക് ബിഫോർ ഈ സൗത്ത് പുള്ളിലൊക്കെ അല്ല നോർത്ത് പുള്ളിലൊക്കെ സ്നോഫോൾ ഉണ്ടായിരുന്നു കേട്ടോ. ദൂരെ ദൂരെ നുബ്ര വാലി വെൽക്കംസ് യു. ഏതാ റോഡ് വെച്ചിട്ടാ, ഏതാ മൂട്. പക്ഷെ എൻ്റെ പൊന്നെ, നേരെ കാണണമെങ്കിൽ നിങ്ങള് സീന് എന്നെ കാഴ്ച നോക്കിയേ. ഞാൻ ഫോണിലൊരു ഷോട്ട് എടുത്ത് കാണിച്ചു തരാം കൈസ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അമ്മാതിരി ബ്യൂട്ടി. ഞാൻ കാണിച്ചു തരാം, ഞാൻ ഇവിടെ നിർത്താം. കുഞ്ഞപ്പ ഫോണെന്ന് മറ്റേ ഫോണെന്ന് കാട്ടിയേ. എന്താ ഹെലിപ്പാഡാണോ? വ്യൂ എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ? ഒരു രക്ഷയില്ലല്ലോ, സീനല്ലേ. അവിടെയൊക്കെ നോക്കുമ്പോൾ വേറെ തന്നെ മൂടല്ലേ ഗൈസ്. സീനുണ്ടോ? സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ബ്യൂട്ടി, ഒരു രക്ഷയില്ലാത്ത ബ്യൂട്ടി. ദൂരെ ദൂരെ ലേ വ്യൂ പോയിന്റ് ഗൊംക. അയവ ബുദ്ധൻ്റെ നോക്കി അടിപൊളിയുണ്ടല്ലേ. ബുദ്ധൻ ഒരു കിഡില്ല, ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട് ഗൈസ്, വലുത്. മൊണാസ്ട്രി. ഇവിടെ എല്ലായിടത്തും ഈ ടിബറ്റൻ ഫ്ലാഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ സ്ഥലങ്ങളിൽ സംഭവം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ ഈ ഏരിയൊക്കെ നോക്കിയൊരു വില്ലേജ് രസമായിണ്ടല്ലേ. ഫുള്ള് ഷൂട്ടിങ് ഷോന്റെ കളിയാണ് ഗൈസ്, രക്ഷയില്ലാത്ത സീനാ. വെറുതെ ഒന്ന് കാലിട്ടൊന്ന് കുലിക്കുക കഴിഞ്ഞാൽ 10 കല്ലോളം താഴ്ത്തിക്ക് പോകുന്ന പറയില്ലേ, അമ്മാരി സീനാ. ഫുള്ള് ഷൂട്ടിങ് ഷോണാ. വാവ്, നുബ്ര വാലി.
റോഡ് ഇത്ര നേരം നല്ല അടിപൊളി റോഡായിരുന്നു ഗൈസ്. ഇനി ചെറിയൊരു പോർഷൻ ചെറിയ ഓഫ് റോഡാ. ഇത് വേറെ പഞ്ചായത്ത് തോന്നുന്നുണ്ട്, നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ. ഇത് ടാർ ചെയ്തിട്ടില്ല. അയ്യോ യെസ്, നല്ല റോഡ് തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞു അത് വേറെ പഞ്ചായത്ത് ആവുന്നുണ്ട്. നമ്മളവിടെയും കണ്ടിട്ടില്ല ഇതുപോലെ ടാർ ചെയ്ത് പോകുമ്പോൾ പകുതി പോഷൻ ഉണ്ടാവില്ല. ഏതാവുമ്പോൾ വീടുകളില്ലേ, വീടുകളുണ്ട് അവിടെ, മൊണാസ്ട്രീസ് ഉണ്ട്. വേറെ തന്നെ ഫീലാട്ടോ. ഇത് ഭംഗിയെന്ന് അറിയോ കാണാൻ. എന്നാൽ ചെറിയ ഭീകരത ഉണ്ട്. ആ പാറയൊക്കെ നിൽക്കണമെങ്കിൽ അയ്യോ കുഴി കണ്ടോ. ആ പാറയൊക്കെ നിൽക്കണമെങ്കിൽ സീനല്ലേ. കണ്ടോ, ഒരു ഡേഞ്ചറസ് ലുക്കിലല്ലേ ആ പാറയൊക്കെ നിൽക്കണേ. ഗ്ലൗ ഇടാൻ സമയമായിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇനി ഗ്ലൗ ഇട്ടില്ലെങ്കിൽ കൈയൊക്കെ മരവിച്ചുണ്ടാവും. നൈസായിട്ട് ഞാൻ ഗ്ലൗ ഒക്കെ ഇട്ടുട്ടാ. അമ്മാരി തണ പഠിച്ചു തുടങ്ങി. അപ്പോൾ ആരൊക്കെ നോക്കിയേ സീന് ഷൂട്ടിംഗ് സ്റ്റാണ്ട്. ആ ഒരു വൈബിലവിടെ നിൽക്കണം. ഒന്ന് വെറുതെ തൊട്ട് കഴിഞ്ഞാൽ മൊത്തം കൂടി വീഴുന്നു പറയില്ലേ, ആ സെറ്റപ്പിലവിടെ നിൽക്കണത് മൊത്തം. ഓ റൈറ്റ് സൈഡിൽ അങ്ങനെയൊക്കെ തന്നെയാ. നോക്കി നിങ്ങൾ ഷൂ കല്ലുകളൊക്കെ നിൽക്കണം. ഇപ്പോൾ ഡേഞ്ചർ. ദൂരെ ദൂരെ എൻ്റെ മോനെ. ഓ റൈറ്റ് സൈഡത്തെ മഞ്ഞുമല വേറെ സീൻ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട വിഷ്വല്. ഓഫ് റോഡ് തുടങ്ങി സുഹൃത്തുക്കളെ. സീൻ ഓഫ് റോഡ്. ഇനി പൊടി മഴയായിരിക്കും കേട്ടോ. അയ്യോ സ്കോർപിയോ റൈറ്റ് സൈഡ് അങ്ങ് പിടിച്ചേക്കാം. ഏതരുടെ റോഡ് കാറ്റെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെടുത്തോളണ കാറ്റാട്ടാ. സീൻ കാറ്റാ. ഫ്രണ്ടിലത്തെ മലയൊക്കെ നോക്കി സീൻ മല കേട്ടോ. ഭീകരത സിറ്റുവേഷൻ, ഭീകരത മല. ഫസ്റ്റിൽ ഇട്ടേക്കാം. ബാക്കിലൊരു ബൊലേറോയുണ്ട്. അയാളിഞ്ഞ് പൊടി പാളിപ്പിച്ചിട്ട് മറ്റേ സാധനമാക്കും. അതിന് മുന്നേ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. പാനിയർ ബോക്സ് ഒന്നും ഇല്ലെങ്കിൽ രസമായിട്ടായി ഓഫ് റോഡ് അടിക്കാൻ. ഇത് പാനിയർ ബോക്സും വെയിറ്റും കൂടി ആകുമ്പോഴേ നമുക്ക് ഓഫ് റോഡ് അടിക്കാൻ അത്ര വലിയ സുഖമില്ല ഗൈസ്. ഓഫ് കിട്ടി പണി മക്കളെ. വരുന്നോക്കി സാധനം പൊടി തൂറ്റി വരുന്നുണ്ട്. ആ മനുഷ്യൻ കുറച്ച് മെല്ലെയാണ് വരുന്നത്. അല്ലെങ്കിൽ പണി പാലുമളത്തിൽ കിട്ടിയാനെ. അയ്യോ നമ്മളങ്ങ് ടോപ്പിലെത്തിട്ടാ. അയ്യോ എനിക്ക് തോന്നുന്നു വേണ്ട അതൊക്കെ പൊളിച്ചിട്ടുള്ള റീടാർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അതോ ഇനിയിപ്പോൾ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് സീനായതാണോന്ന് അറിയില്ല കേട്ടോ. JKSRTC വരുന്നെങ്കിൽ സീൻ ജമ്മു കാശ്മീർ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആയിരിക്കും. JKSRTC. പക്ഷേ എൻ്റെ പുണ്ണി മോളിക്ക് നോക്കി പണ്ടാറം അതൊക്കെ വീടം മൂഞ്ചുട്ടാ. ചുറ്റിനും കല്ലാണ് കൈസ്.
നമ്മളങ്ങനെ ആ കിടക്കുന്ന സ്നോ ഹിൽസിന്റെ ആ ഒരു സെയിം സെയിം ലെങ്ത്തിൽ എത്തിയിട്ട് നമ്മൾ ഹൈറ്റിലേക്ക്. ആ ബ്രാലി സീനാണ് കഴിച്ച്, ഫുൾ ഓഫ് റോഡാണ്. ഇവ റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ നോക്കി വെള്ളം ഒഴുകി വന്നിട്ട് ഈ സൈഡ് നിൽക്കണേ സീന്. ഓഫ് റോഡ് കഴിയണില്ല കഴിച്ചു. ബ്രാലി സീനാണ് ഓഫ് റോഡ്. കാരിയർ ബോക്സ് ഒക്കെ ഊരി വെച്ചിട്ട് സോളായിട്ട് വരുവാണെങ്കിൽ നിന്ന് കിളുത്താം, അത് രസമാണ്. പക്ഷെ നമ്മൾ ഡബിളും പാനിയർ ബോക്സും എല്ലാം ഉള്ള കാരണം ഓടിക്കാൻ വലിയ സുഖമല്ല കഴിച്ചു. ഇപ്പോൾ നമ്മളൊരു കിഡിലം വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കഴിച്ച്. നമുക്കൊരു ചായ കുടിച്ചാലോ? നമ്മളാണെങ്കിൽ രാവിലത്തേനും ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പം എന്തെങ്കിലും ഇവിടെ കഴിക്കാൻ കിട്ടുമെന്ന് നോക്കട്ടെ. വ്യൂ നോക്കി ഇവിടുത്തെ സീനാട്ടോ. എന്തായാലും ഒരു കോഫി കിട്ടും നോക്കട്ടെ കഴിച്ച്. ഇത്രയും ഹൈറ്റിൽ ഇത്രയും നല്ലൊരു വ്യൂവിൽ ഒരു കോഫി കുടിച്ചില്ലെങ്കിൽ പിന്നെ എന്ന് കുടിക്കാനാണ്, എപ്പോൾ കുടിക്കാനാണ്? ഞാൻ വലിയ കോഫി അഡിക്റ്റ് ഒന്നല്ല കേട്ടോ, അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമൊന്നുമില്ല. ഞാൻ ഹിൽ സ്റ്റേഷനിൽ കയറിയാൽ മാത്രമേ കോഫി ടീ ഞാൻ കുടിക്കാറില്ല, കോഫി മാത്രമേ ഞാൻ കുടിക്കാറുള്ളൂ. ഓക്കെ, ഒന്ന് ചോദിച്ചു നോക്കി എന്തെങ്കിലും ഉണ്ടോന്ന്. ഞാൻ വ്യൂ കാണിച്ചു നോക്കട്ടെ. സീൻ വ്യൂ എന്ന് പറഞ്ഞാൽ സീൻ വ്യൂ ആണ് ഗൈസ്. ഹലോ, ഇവിടെ നിൽക്കുന്ന വ്യൂ നോക്കിട്ട നിങ്ങള്, ഡെപ്ത് അല്ല കേട്ടോ. സീൻ നോക്കിയേ, അങ്ങ് ദൂരെ നോക്കി എന്ത് രസമാണ്. ഇതൊരു ഫ്ലൈറ്റ് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ, കണ്ടോന്ന് അറിയില്ല ഗൈസ്. എന്ത് രസമാണ് ഗൈസ്. ആ മറ്റേ സ്നോ ഹിൽസിൻ്റെ മുകളിൽ കൂടെ ഒരു ഫ്ലൈറ്റ് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. അവർക്ക് കിട്ടുന്ന വ്യൂ അതിമനോഹരമായിരിക്കും ഗൈസ്, ഒരു രക്ഷയില്ല. എടാ കുഞ്ചോ, ഒരു ഫ്ലൈറ്റ് പോകണമെങ്കിൽ ആ സ്നോ ഹിൽസിൻ്റെ മുകളിൽ കൂടെ, അപ്പോഴേക്കും ഫ്ലൈറ്റ് പോവും. ഏത് രസം നോക്കിയേ, ഫുള്ള് സ്നോ ഹിൽസാണ് ഗൈസ്. അങ്ങറ്റം തൊട്ടിട്ട് ഇങ്ങറ്റം വരെ സ്നോ ഹിൽസാണ് ഗൈസ്. നമ്മുടെ ബാക്കിൽ സ്നോ ഹിൽസ് ഉണ്ട്, അത് വേറെ കാര്യം. നോക്കിയാടെ ഒരു ഫ്ലൈറ്റ് പോകണം നോക്കിയാൽ സ്നോ ഹിൽസിന് മുകളിൽ കൂടെ, നല്ല രസമുണ്ടത്. ഡെപ്ത് ഒന്ന് നോക്കിയേ, സീൻ ഡെപ്ത് കേട്ടോ. അത് ഇവിടെയൊക്കെ എൻ്റെ വഴി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകണ്ടല്ലോ. നമുക്ക് അത് കൂടെ ഓഫ് റോഡ് അടിച്ച് പോകണോ? വേണ്ട, ഡബിളാ. പുള്ളിക്കാരൻ കല്ലൊക്കെ എടുത്ത് ആര് കറിയുണ്ടല്ലോ. ഇതേ കോപ്റ്റർ പറക്കണു ഗൈസ്. ഇതേ പോണ കോപ്റ്റർ, ആർമിക്കാരുടെ കോപ്റ്റർ ആയിരിക്കുള്ളൂ. ഈ മലയമ്മിലൊക്കെ ചെറിയ ചെറിയ സ്നോസ് ഉണ്ട് കേട്ടോ. നമ്മളൊന്നും സ്നോയുടെ ഗല്ലിക്കാണ് പോണത്, അത് വേറെ കാര്യം. എന്നാലും ഇവിടുന്ന് കിട്ടണ ഒരു വ്യൂ നോക്കി നിങ്ങൾ. ഇവിടെ നിന്ന് ഒരു കോഫി കുടിച്ചില്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് കുടിക്കാനാണ് സുഹൃത്തുക്കളെ? ഞാനൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് വരാം. ഓക്കെ, നുബ്ര വാലി നിന്നും ഒരു കോഫിയുമായി മോട്ടോഹോളിക്. ഓ, ഇതൊക്കെ എനിക്കേ പറ്റുള്ളൂ അതങ്ങനെ പറയാനേ. നമ്മളിത് നല്ലൊരു കോഫിയൊക്കെ കുടിച്ചു. അത് ഈ ഹൈറ്റിൽ നിന്ന് നമ്മളിവിടെ ഇറങ്ങുകയാണ് ഗൈസ്. ഓക്കെ, നമ്മൾ കർത്തുങ്കൽ ലക്ഷ്യമാക്കി മുന്നോട്ട് തന്നെ നമ്മുടെ യാത്ര. തണവ് അസഹനീയമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ കോഫി കുടിച്ചപ്പോഴേ ഗ്ലൗവും ഒക്കെ ഊരിയിട്ടല്ലോ, അപ്പൊ പണി പാളി. ഓഫ് റോഡ് നമ്മൾ കേറിയിട്ട് ഇവിടേക്ക് എത്തിയിട്ടോ ഗൈസ്. ഇനിയൊരു 10-15 കിലോമീറ്റർ കൂടെ ഉണ്ട് നമ്മുടെ കർത്തുങ്കലേക്ക്. സീന്
എന്തൊരു ഭംഗിയാണെന്നറിയാമോ. അതുപോലെ തണവുണ്ട് കേട്ടോ, സീൻ തണവാണ് കഴിച്ച്, ഒരു രക്ഷയില്ലാത്തതാണോ എന്നെ മോനെ. ഏതാ ബ്യൂട്ടി നോക്കി. ലെഫ്റ്റ് സൈഡൊക്കെ നോക്കിയേ എന്ത് രസമുള്ള കാണാൻ, റൈറ്റ് സൈഡും അതെ നല്ല രസമുണ്ട് കാണാൻ. എന്റെ ദൈവമേ, ഞാനിത് എവിടെയാ. തണവുണ്ടല്ലോ, സീനാണ് കേട്ടോ. കൈയൊക്കെ പറ്റേ സാധന, മരവിച്ചിരിക്കുക കൈയൊക്കെ. അയ്യോ നോർത്ത് പുള്ളു. ഈ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന സ്നോ ഒക്കെ ഉണ്ടോ നിങ്ങൾ, ഒരേ ഷേപ്പിലാണ് നിൽക്കുന്നുണ്ടോ? എന്താ സംഭവം എന്ന് അറിയുമോ? നമ്മുടെ മറ്റേ സ്നോ റിമൂവറില്ലേ, ആ വണ്ടി കൊടുത്തിട്ട് ഇങ്ങനെ മാറ്റി വരുമ്പോൾ നിൽക്കണ സ്നോ ആട്ടത്. നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ നിൽക്കണ കാണാൻ. നോക്കിയേ കണ്ടോ, ഒരേപോലെ തന്നെ. അയ്യോ കണ്ടോ, ഒരേപോലെ നിൽക്കണല്ലോ സ്നോയും കണ്ടോ. ഏതാ സീൻ ഗൈസ്. നമുക്ക് ഇനിയും കയറാൻ കിട്ടാൻ മുകളിലോട്ട്. അയ്യോ റൈറ്റ് സൈഡിൽ നമ്മൾ നേരത്തെ കണ്ട സ്നോ ഹിൽസ് ഒക്കെ ഇല്ലേ, അത് നമ്മളെ ശരിക്കും നമ്മുടെ താഴെ ആയിട്ടാ, ഫുള്ള് നമ്മുടെ താഴെ പോയി. നോക്കിയേ റൈറ്റ് സൈഡിലോട്ട് കണ്ടോ, അതൊക്കെ നമ്മുടെ ഒരുപാട് താഴെ നിൽക്കണം കേട്ടോ. സീന് ചെറിയ ചെറിയ നേരിയ രീതിക്ക് ഓക്സിജന്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്കൊരു തോന്നലുണ്ട് ഗൈസ്. കർത്തുങ്കല കുറെ കാലത്തെ സ്വപ്നത്തിലോട്ടാണ് ഗൈസ് നമ്മൾ ഈ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കണത്. എന്റെ പൊന്നളവ് വണ്ടി കയറണില്ല. വണ്ടിയാണെന്നുണ്ടെങ്കിൽ മറ്റേ സാധനം ഓക്സിജന്റെ സീനും കൊണ്ടാണോന്ന് എനിക്കറിയില്ല, വണ്ടി ഇങ്ങനെ വലിമുട്ടിയ പോലത്തെ ഒരു ഫീലാ. കാറ്റ് വീശുമ്പോഴാണ് നമ്മൾ ചാവണേ, ഒരു വൃത്തികെട്ട കാറ്റാ വീശണേ. ഐസ് കാറ്റ് എന്നൊക്കെ പറയില്ലേ, അമ്മാരി സാധനം പടക്കണേ, അതാണ് സീൻ. ഫ്രോഡ് ഈ വെള്ളങ്ങനെ കാലിമായി ഉണ്ടല്ലോ, തീർന്നു. കാലിൻ്റെ ഒരു ഭാഗം മുറിച്ചളയാ നല്ലത്. എൻ്റെ പൊന്നെ, കൈയൊക്കെ ഒരുമാതിരി ഭയങ്കര പെയിനാവുണ്ട് കേട്ടോ. കൈയൊക്കെ ഇതിലൊക്കെ ഭയങ്കര പെയിൻ. ഒരു രക്ഷയില്ലാട്ടോ, തണുപ്പ് രക്ഷയില്ല, കാഴ്ചകളും രക്ഷയില്ലാട്ടോ. നോക്കി റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ മതിയ. നമുക്കൊന്ന് ഇറങ്ങിയിട്ട് അതിൽ വീഴണം. ഒന്ന് ഇറങ്ങി നടന്നു നോക്കിയാലോ, ഒന്ന് ഇറങ്ങി നടക്കുഞ്ചോ. അമ്മേ ഈ വണ്ടി മാറിയേ. നടന്നു നോക്കിയാലോ, കുഴിയൊന്നുണ്ടാവില്ലല്ലോ. എൻ്റെ മോനെ സീൻ. എൻ്റെ കാൽപ്പാട് കുഴിയൊന്നുണ്ടാവേണ്ടിരുന്നാ മതി, താഴത്തേക്ക് പോയില്ല. വലുത് മതി ഗ്ലൗവിൻ്റെ ഉള്ളിലൊക്കെ പോയണ പോലെ. പെട്ടു കരയല്ലടാ,
ചാവിടോ. കയ്യിലിങ്ങനെ വീഴണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഫുള്ള് കല്ലുള്ള കാരണേ നടുമ്പുറടിച്ചാലോ അത് നമ്മുടെ റൈഡിനെ തന്നെ ബാധിക്കും. ഗ്ലൗവിൻ്റെ ഉള്ളിലൊക്കെ ഐസ് പോയി മക്കളെ, പെട്ടു. ബ്രീത്ത് മര്യാദയ്ക്ക് കിട്ടണില്ല കേട്ടോ. ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉമ്മിളിങ്ങിലപ്പോൾ എങ്ങനെയാവും പണി പാളും. ഉമ്മിളിങ്ങിലേക്ക് മാപ്പ് ഇടുമ്പോൾ ഗൂഗിൾ മാപ്പ് വഴി തന്നെ കാണിക്കണില്ല കേട്ടോ. ദേ ബൈക്കൊക്കെ പിക്കപ്പിലേറ്റി കൊണ്ടിട്ടുണ്ടല്ലോ. ഓ ഡാർക്ക് ഓഫ് റോഡാണുള്ളൂ, വലിയ വലിയ കുഴികൾ, ഐസ് വെള്ളമാണ് ഒലിച്ചു വരുന്നത്. കിങ് വരുന്നു. ലഡാക്കിലെ കിങ് ഓൾട്ടോ ചേട്ടാ ഗൈസ്. ഇവിടുത്തെ ആൾക്കാർ ലോഡ് ഓൾട്ടോ നമ്മൾ വിളിക്കണേ, ലോഡ് ഓൾട്ടോ. ഓൾട്ടോ ദൈവമാണ്, ദൈവം. ലോഡ് ഓൾട്ടോ. ഏത് വണ്ടി കയറിയില്ലെങ്കിലും അത് ഇവിടെ ഓൾട്ടോ കയറും. നമ്മൾ കുറേ റീലൊക്കെ കണ്ടിട്ടില്ലേ, സംഭവം ജെന്യൂൻ തന്നെയാണ് കേട്ടോ. ഈ സ്നോയുടെ കൂടെ ഈ സാധനം ഈസിയായിട്ട് കയറി പോണെന്ന്. ബാക്കിയുള്ള എൻഡോവറും ഫോർച്യൂണറൊക്കെ നിന്ന് തിരിയുമ്പോൾ ഓൾട്ടോ വെറുതെ പഴം പോലെ കയറി പോണു. പിന്നെ കുറച്ച് ട്രിക്കി ഡ്രൈവ് ആയിരിക്കണം, അത് വേറെ കാര്യം. സ്കില്ല് വേണം, ഇല്ല എന്നല്ല. പക്ഷേ ഓൾട്ടോ കയറും. പിന്നെ വെയിറ്റ്ലെസ്സും ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയതുകൊണ്ട് ചെയിനൊക്കെ ഇട്ട് പെട്ടക്കിനെ ഒന്നുണ്ട് അറിയില്ല. ലോഡ് ഓൾട്ടോ എന്നാണ് ഇവിടുത്തെ ആൾക്കാർ ഇതിനെ വിളിക്കണേ. ഓൾട്ടോ ദൈവമാണത്രേ. കയ്യൊക്കെ മരവിച്ച് മറ്റേ സാധനമായിട്ടോ പെയിനൊക്കെ ഇട്ട് തുടങ്ങി അതിലൊക്കെ.
എത്തി മോനെ ഫൈനലി. Finally, we made it. Finally, we made it, guys. We made it. The top of the world. Finally, we made it, guys. We made it. കുറേ ടാസ്കുകളുണ്ടായിരുന്നു. കുറേ ടാസ്കുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടാസ്കുകളുണ്ടായിരുന്നു. ദ ടോപ്പ് ഓഫ് ദ വേൾഡ്, മൈറ്റി കർത്തുങ്കല. ആൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് നോക്കിയേ 17,982 feet. ഓക്കെ, വി മെയ്ഡ് ഇറ്റ് ഗൈസ്, വി മെയ്ഡ് ഇറ്റ്. സീന് കൈയൊക്കെ മറ്റേ സാധനമുണ്ട്. കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ, കുറേ പ്രശ്നങ്ങൾ. ഞങ്ങൾ ജമ്മുവിലെത്തിയപ്പോൾ ലാൻഡ് സ്ലൈഡിൻ്റെ ഇഷ്യൂസ്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ വഴി വന്നു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ടെററിസ്റ്റ് അറ്റാക്ക്, എല്ലാം കൊണ്ടും കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറേ വർഷത്തെ സ്വപ്നങ്ങളായിരുന്നു ഗൈസ് ഇതൊക്കെ. എത്തിപ്പെടാൻ പറ്റില്ല എന്ന് വിചാരിച്ചായിരുന്നു. ഫൈനലി വി മേഡ് ഇറ്റ്. അങ്ങനെ നമ്മളിതാ കർത്തുങ്കൽ അടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ വീഡിയോസും ഫോട്ടോസും കണ്ടിട്ടായിരിക്കും. ഇനി നമ്മൾ തിരിച്ച് താഴത്തോട്ട് ഇറങ്ങുകയാണ്. നേരെ പോകണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് തുത്തുക്ക് വില്ലേജിലേക്കും. അത് ലാസ്റ്റ് വില്ലേജാണ്, 168 kilometers ഉണ്ട്. അതേപോലെ 100ലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിലവിൽ നമ്മുടെ സം ടാസ്കുകൾ കാരണം നമ്മൾ തുത്തുക്ക് വില്ലേജ് അടിക്കണില്ല. പക്ഷേ നമ്മൾ പറ്റുകയാണെങ്കിൽ ജൂണിൽ വന്നത് അടിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ഇറങ്ങാം. കർത്തുങ്കൽ വലിയൊരു സ്വപ്നമായിരുന്നു. ഇനി അടുത്തത് വലിയൊരു സ്വപ്നമുള്ളത് ഉംബ്ലിങ്ങിലാണ്. ഉംബ്ലിങ്ങിലെ പറ്റുകയാണെങ്കിൽ ഞാൻ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കുമ്പോൾ വഴിയൊന്നും കാണിക്കണില്ല. സ്നോൻ്റെ സീൻ കൊണ്ടാണോന്ന് എനിക്കറിയില്ല. എനിവേ പറ്റുകയാണെങ്കിൽ നമ്മൾ അടിച്ചിരിക്കും അല്ലേ, ഇത്രേ ഉള്ളൂ നമ്മൾ. അപ്പോൾ നമ്മളിത് കർത്തുങ്കലിൽ നിന്ന് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ താഴത്തേക്ക്. ഓക്കെ, സീനാട്ടോ തണവ്. കൈയൊക്കെ ഞങ്ങളുടെ മരവിച്ച് മറ്റേ സാധനമായി. ടോപ്പ് ഓഫ് ദി വേൾഡ്. ആകെ മൊത്തം 30 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ ഒരു 100 kilometer ഓടിക്കുന്ന ഫീലാണ് ഗൈസ് താഴത്തേക്ക് ലൈക്ക് എത്താനായിട്ട്. ലൈറ്റ് ടു കർത്തുങ്കലെന്ന് പറഞ്ഞാൽ ആക്ച്വലി 39 kilometer ഉള്ളൂ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 100 kilometers ഓടിക്കണം. 100 kilometers കവർ ചെയ്യണം. അത് ഫീലാണ് ഗൈസ്. സംസാരിക്കാനൊന്നും പറ്റണില്ല. ഈ കാറ്റ് വീശിനാട്ട് നമുക്ക് ശ്വസിക്കാനേലും പറ്റണേ. അതർവൈസ് നമ്മൾക്ക് ബ്രീത്തിങ് ഇല്ലാണ്ട് നമ്മൾ സീനായി പോവും. ബിക്കോസ് ഇവിടെ ട്രീസ് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ഇലകൾ വലിച്ചെടുത്ത് ഇലകൾ നമ്മൾക്ക് ഓക്സിജൻ തരണു എന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ. അത് തന്നെയാണ് സംഭവം ഗൈസ്. ഇവിടെ മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓക്സിജൻ്റെ കേസിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്.
പിന്നെ ഈ കാറ്റ് വീശണ കാരണമാണ് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ തന്നെ പറ്റണത്. കാറ്റില്ലാന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ പണിപ്പാടും. എൻ്റെ ബ്രീത്ത് എടുക്കണതിൻ്റെയും വിടണം. എൻ്റെ സൗണ്ട് ഒരുപാട് മൈക്കയിൽ കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ? സോറി ഗൈസ്, ഞാൻ അതിന് പകരം നിങ്ങൾക്ക് സോങ് ഇട്ടുതരാം. നിങ്ങൾ ഇനി എൻജോയ്, ഞാൻ സംസാരം കുറയ്ക്കാം. ഇത് കാണുമ്പോൾ നമുക്ക് അതിൽ ചാടാൻ തോന്നുന്നുണ്ട് കേട്ടോ, പക്ഷേ അമ്മാരി തണവാണ് ഗൈസ്. നല്ല രസമായിട്ട് നിൽക്കണില്ല ഈ ഐസുകൾ മൊത്തം. മറ്റേ സ്നോ ബ്രേക്കർ വന്നിട്ട് എന്താ പറയുക മാറ്റിയിടണം കേട്ടോ. അതാണ് ഇത്ര ഭംഗിയായിട്ട് ഇങ്ങനെ ഒരേ ലൈനിൽ അങ്ങനെ ലൈനപ്പ് ചെയ്ത പോലെ നിൽക്കണേ. നല്ല രസമായിട്ട് രണ്ട് സൈഡിൽ നിൽക്കണമെങ്കിൽ നല്ല രസമുണ്ടല്ലോ കാണാൻ. അങ്ങനെ വർഷങ്ങളുടെ സ്വപ്നം കർത്തുങ്കല ഫൈനലി അതിലേക്ക് നമ്മൾ എത്തി സുഹൃത്തുക്കളെ. ഇതൊരു നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിർത്താം, ഇനി വല്ല വണ്ടി വന്നാലോ. കിഡിലൊരു വ്യൂ പോയിന്റ് ആണ് ഗൈസ്. ആ മറ്റേ എന്നിട്ട് ചുഴലിക്കാറ്റ് പോലെ എന്നിട്ട് പറയാന്. ആ അതന്നെ, നോക്കിയേ ഒരു കിഡിലെ വ്യൂ പോയിന്റ് ആണ് ഗൈസ്. നിങ്ങളോട് നോക്കിയേ, ഇവിടെ സേഫായിട്ട് വണ്ടി ഓടിക്കണം എന്ന് പറയണതിനൊരു കാരണം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് എന്താണെന്നറിയോ? ഇതൊരു വണ്ടിയാണ് ഗൈസ്. നോക്കിയേ നിങ്ങൾ വണ്ടിയുടെ ഒരു അവസ്ഥ നോക്കിയേ. ഇങ്ങനെ ബോളായി ഉണ്ടാവും അല്ലേ, ഉണ്ടപ്പരിവായി ഉണ്ടാവും വണ്ടി. എന്ത് സീനാണല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലിപ്പായിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഗൈസ്. ഹിമാലയസിൽ വണ്ടി ഓടിക്കുമ്പോൾ അത്രയും സേഫായിട്ടൊക്കെ വണ്ടി ഓടിക്കുക എല്ലാവരും ശ്രമിക്കുക, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ഓടിക്കുക. അല്ലെന്ന് എന്താ വെച്ചാൽ നോക്കിയേ, ജീവൻ പോലും കിട്ടില്ല വീട്ടുകാർക്ക് കാണാനായിട്ട്, സോറി ബോഡി പോലും കിട്ടില്ല വീട്ടുകാർക്ക് കാണാനായിട്ട്. ചന്നം പിന്നായി പോവും. ഓ ജിപ്സി കിങ്. അപ്പോൾ എഗൈൻ ഞാൻ പറയുന്നു, ശ്രദ്ധിച്ച് ഓടിക്കുക. ഐസാണ്, അയ്യോ സ്ലിപ്പറി കേട്ടോ, സ്ലിപ്പറി. വഴിക്ക് പോട്ടാ. അയ്യോ ഇമ്മാരി ഐസാണത്. ആ കാലി ഭയങ്കര സ്ട്രോങ് ആട്ടോ ഈ ഐസ്. അയ്യോ കുഞ്ചു പൊട്ടിച്ചു വലുത്, തട്ടി വിട്ട കുഞ്ചോ. കാണണമെങ്കിൽ നിങ്ങൾ നുബ്രവാലിയുടെ ഒരു വ്യൂ. നമ്മളിനി ഇങ്ങനെ അങ്ങറ്റം പോയി ഇറങ്ങി ഈ വഴി ഇങ്ങനെ ഇറങ്ങി അങ്ങനെ പോകണം കേട്ടോ താഴത്തേക്ക്. ആ കാണുന്ന അറ്റത്തെ വില്ലേജിൽ എത്തണം നമ്മൾ. അവിടെയാണല്ലേ ഗൈസ്. സംഭവം 39 കിലോമീറ്റർ ഉള്ളൂ, പക്ഷെ ഇതിൽ കൂടെ നമ്മളൊന്ന് പോകുമ്പോൾ ഒരു 100 കിലോമീറ്റർ ഓടിക്കണ ഫീലാണ് ഗൈസ്. അതെ, നല്ലൊരു വ്യൂ പോയിന്റ് അല്ലേ, കിഡിലൊരു വ്യൂ പോയിന്റ് കേട്ടോ, ഒരു രക്ഷയില്ല. വാവ്. മണ്ണെ നമ്പി മരമിരുപ്പൂ. ആ ഇയാളെ എല്ലായിടത്തും ഒട്ടിച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവും വ്യൂ? കിടിലൻ വ്യൂ അല്ലേ? ആ ഇവിടുന്ന് ഇറങ്ങാം ഗൈസ്. വണ്ടി ഇറങ്ങണമെങ്കിൽ പ്ലീസ് ഡ്രൈവ് കെയർഫുള്ളി. ആ വണ്ടിയുടെ വെച്ചിട്ട് എഴുതി വെച്ചിട്ടില്ല കേട്ടാ. അത് കണ്ടിട്ടെങ്കിലും ആൾക്കാരൊന്ന് മെല്ലെ പോട്ടേന്ന് വെച്ചിട്ടാ. ഞങ്ങള് കടത്തുംകുഴിയിൽ നിന്ന് ഏകദേശം താഴ്ത്തിക്ക് ഓൾമോസ്റ്റ് എത്താറായിട്ട് കേട്ടോ. ഇനി ഒരു 10-12 കിലോമീറ്റർ ഉള്ളു ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.